Hello, I am Suhana. I am going to macramesidetablelamp. In the background, you have a side table lamp. You have a dimension, a frame, a bulb hold. You have a doubt. I have a video. This is a rectangular frame. Side table lamp is a rectangular frame. This dimension is 7 by 10 inches. This is a bulb hold space. This is correct flat height. There is height. Correct surface flat height. Then, this is the code, braided code. This braided code is complete project. We have simple basic note, square note project. This side table lamp is a frame of 3 mm braided cord. Use 7 by 10 inches size. This is a large head knot attach this is a bulb hold position center. Now we start. ആദ്യം തന്നെ 1.5 meter length ഉള്ള ഒരു 3 mm braided cord ഉണ്ടല്ലോ അതിനെ ലാക്സ് ഹെഡ് നോട്ട് വഴി ഈ ഒരു ഫ്രെയിമിന്റെ ഒരു സൈഡിലോട്ടേക്ക് അറ്റാച്ച് ചെയ്തു കൊടുക്കുക. ബേസിക് വീഡിയോസിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ സെക്കൻഡ് കോഡും അതേപോലെ തന്നെ സെയിം പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 12 കോഡുകളാണ് നമ്മൾ ഒരു സൈഡിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ലൂസ് ആയിട്ടാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഓരോ കോഡുകളും കെട്ടി കൊടുക്കുന്നത്. ഒരുപാട് ടൈറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനാണെന്നുള്ളത്. നമ്മൾ താഴോട്ടുള്ള ഡിസൈൻ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡിൽ ബാക്കിയുള്ള കോഡുകളും സെയിം പാറ്റേണിൽ ലാക്സ് ഹെഡ് നോട്ട് വഴി തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 1.5 meter ലെങ്ത് ആണ് നമ്മുടെ കോഡിൻ്റെ ലെങ്ത് വരുന്നത്. കോഡ് മെഷറിങ് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടേബിൾ വെക്കുന്ന ഒരു സൈഡ് ടേബിൾ ലാമ്പാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലാമ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിതിലിനി നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് സ്ക്വയർ നോട്ടാണ്. വേറെ ഒരു നോട്ടും എക്സ്ട്രാ നമ്മളിതിൽ കൊടുക്കുന്നില്ല. സോ അതവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 12 എണ്ണം. ഇനി ഇതുപോലെ ബാക്കിയുള്ള 3 സൈഡുകളിലും സെയിം ഇതേപോലെ തന്നെ ലാക്സ് ഹെഡ് നോട്ട് വഴി വെച്ചിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്നിച്ച് ചെയ്യണം. കാരണം നമുക്ക് ഒരു സൈഡ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സംഭവം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റായി ഒരു സൈഡ് കംപ്ലീറ്റായി അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ എല്ലാ കോഡ്സും ഇതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മളിങ്ങനെ 4 സൈഡിലും ടോട്ടൽ 12 കോഡ്സ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് സ്ക്വയർ നോട്ട് കെട്ടാൻ വേണ്ടിയിട്ട് 4 കോഡുകളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഫസ്റ്റ് 2 കോഡിൻ്റെ ഈ 4 കോഡ് ഉണ്ടല്ലോ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴാണ് അത് 4 കോഡായി മാറുന്നത്. അത് വെച്ചിട്ട് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഇതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബേസിക് ട്യൂട്ടോറിയൽസ് പോയി ചെക്ക് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് 2 കോഡുകൾ എടുക്കുക. വീണ്ടും സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടുള്ളത്. അത് എൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഒരുപാട് ടൈറ്റ് ചെയ്യാത്ത ഇങ്ങനെ. പിന്നെ വൈറ്റ് കളറാണ് ഞാൻ ഫ്രെയിമിന് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് കോഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കാരണം എനിക്ക് ലൂസായിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പം ഗ്യാപ്പിൽ ഇപ്പം ബ്ലാക്ക് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് കാണിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെയിം പാറ്റേണിൽ തന്നെ ഈ ഫസ്റ്റ് റോയിൽ സ്ക്വയർ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 6 സെറ്റാണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 12ന് നമ്മൾ 6 സെറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്
ഇതേ സംഭവം തന്നെ ബാക്കിയുള്ള 3 സൈഡുകളിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കോർണർ എടുക്കുക. ആ കോർണറിലുള്ള അവസാനത്തെ 2 സ്ക്വയർ നോട്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 കോഡുകൾ എടുത്തതിന് ശേഷം കമ്പിയോട് ചേർത്ത് വെച്ചിട്ട് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കണം. ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാറ്റേണിൻ്റെ ഒരു ഇത് മാറും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പിയോട് ചേർത്ത് കെട്ടിട്ടില്ലെങ്കിൽ അവിടെ ലൂസായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതിങ്ങനെ ഇളകി കളിക്കുമ്പോഴൊക്കെ കുറച്ചൊരു ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ വേണേൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം കമ്പിയോട് ചേർത്ത് കെട്ടുമ്പോൾ പിന്നെ അത് തമ്മിലുള്ള ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്ന് നോക്കണം. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നെക്സ്റ്റ് സ്ക്വയർ നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതും എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് 4 കോഡ്സ് എടുക്കുക, വീണ്ടും സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഒരു സ്ക്വയർ നോട്ടും നെക്സ്റ്റ് സ്ക്വയർ നോട്ടും തമ്മിലുള്ള ഗ്യാപ്പ് ഈ ഒരു ത്രൂ ഔട്ടായിട്ട് നമ്മളെപ്പോഴും സെയിം ആയിട്ട് ഒന്ന് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു കണ്ടാൽ മനസ്സിലാവുമ്പം അത് ഇത്ര കറക്റ്റായിട്ടാണ് ഉള്ളതെന്നുള്ളതും ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു യൂണിഫോമിറ്റി നഷ്ടപ്പെടും. അപ്പം സ്കെയിൽ വെച്ച് മെഷർ ചെയ്താൽ ഏറ്റവും ബെറ്ററാണ്. പക്ഷേ നിങ്ങൾക്ക് അതിന് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഇതുപോലെ രീതിയിലും ചെയ്താൽ മതി. നമുക്ക് കണ്ടാൽ തിരിച്ചറിയാവുന്ന രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ സെക്കൻഡ് റോ ഇതേ പാറ്റേണിൽ തന്നെ വീണ്ടും ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തില്ലേ കോർണർ, ഇതിൻ്റെ കോർണറും അതുപോലെ തന്നെ എൻഡിലുള്ള 2 കോഡുകൾ എടുത്തതിന് ശേഷം ഒരു സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് ആ കമ്പിയോട് ചേർത്ത് വെക്കണം. കമ്പിയോട് ചേർത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ഇതിങ്ങനെ ലൂസായിട്ട് കിടക്കും, നമ്മളിപ്പോൾ കമ്പിയോട് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പിയോട് ചേർത്ത് വെക്കുന്നത്. അപ്പോൾ ഒരു ഫിനിഷിങ്ങും കിട്ടും. ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലാമ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ടുള്ള ഡിസൈൻ. എൻ്റെ കസ്റ്റമർ ഈ ഒരു റിക്വസ്റ്റായിരുന്നു എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വേറെയും ട്രൈ ഔട്ട് ചെയ്യാം കേട്ടോ. വേറെയും പുതിയ ഇങ്ങനെ ബീഡ്സൊക്കെ കൊടുക്കാം, അതുപോലെ തന്നെ വേറെ പാറ്റേൺസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഷെയർ ചെയ്യണം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പ്രോഡക്റ്റ് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ പേര് അയച്ചു തരാറുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും അയച്ചു തരുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സോ അപ്പം ബാക്കിയുള്ള 3 സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തു. ഇനി വീണ്ടും ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി ആൾട്ടർനേറ്റായിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 4 കോഡ് എടുത്തതിന് ശേഷം സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് 4 കോഡ്സ് എടുക്കുക. എന്നിട്ട് വീണ്ടും സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അത് തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം കേട്ടോ. ഞാനിപ്പം കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത്. എനിക്കൊരു ഏകദേശം കണ്ടപ്പോൾ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പും മിസ്റ്റേക്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലെ 3rd റോയും ചെയ്യുക. ഇനി വീണ്ടും കോർണറിൽ നമ്മൾ 2nd റോയിൽ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. അതായത് 4 കോഡ് എടുക്കുക, കമ്പിയിലേക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക സ്ക്വയർ നോട്ട്. അതിനുശേഷം നെക്സ്റ്റ് 4 കോഡ്സ് എടുക്കുക, വീണ്ടും സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു 7 റോസ് വരെയാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 7 റോസ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള
3 സൈഡുകളിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 സൈഡുകളിലായിട്ടാണ് നമ്മളിത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 7 റോസ് ആയി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ 2 കോഡാണല്ലോ ഗ്യാപ്പ് ഇട്ടത്. ഇനി അടുത്തത് നെക്സ്റ്റ് 4 കോഡ്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് 4 കോഡ് എടുത്തിട്ട് വീണ്ടും സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഇനി എൻ്റെ ഒരു പാറ്റേൺ വരുന്നതെന്ന് വെച്ചാൽ ഒരു വി ഷേപ്പാണ് എൻഡിൽ വരുന്നത്. അപ്പോൾ വി ഷേപ്പ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ബാഗ് ഉണ്ടാക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ആദ്യത്തേൽ 2, പിന്നെ 4, പിന്നെ 6, പിന്നെ 8 ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് വേണം ഓരോ സ്ക്വയർ നോട്ടും കെട്ടിക്കൊടുക്കാൻ വേണ്ടി. അങ്ങനെ എൻഡിൽ വരുന്ന സമയത്ത് ലാസ്റ്റ് ഒരു സ്ക്വയർ നോട്ടിൽ വന്നത് നിൽക്കും. അതുവരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇതാണ് നമ്മുടെ വി ഷേപ്പ്. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ബാക്കിയുള്ള 3 സൈഡുകളിലൂടെ ചെയ്യണം. ഇത് കറക്റ്റായിട്ടായിരിക്കും യൂണിഫോമായിട്ട് വരണം. കാരണം അതിൻ്റെ ഗ്യാപ്പൊക്കെ കറക്റ്റായിട്ടില്ലെങ്കിൽ ഡിസൈൻ പെർഫെക്ഷൻ കുറയും. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിലുള്ള സെക്ഷനിൽ വേറെ കോഡ്സുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിം ചെയ്യണം എക്സ്ട്രാ വരുന്ന കോഡ്. അതും കറക്റ്റ് ലെങ്ത് എടുത്തതിന് ശേഷം ഞാനിതിൽ വേറെ ഫ്രിഞ്ചസ് ഒന്നും കൊടുക്കുന്നില്ല, എൻഡിൽ നോട്ട് എടുക്കുന്നില്ല, എൻഡിൽ ബീഡ്സ് ഒന്നും വെക്കുന്നില്ല, ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ പറയുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ. നിങ്ങൾക്ക് വേണം എക്സ്ട്രാ വേറെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ലാമ്പ് ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് സൈഡ് ടേബിൾ ലാമ്പായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് ഷേപ്പ് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്, നമ്മൾ നേരത്തെ മെഷർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അതിൻ്റെ ഗ്യാപ്പ് എപ്പോഴും ശ്രദ്ധിക്കുക, ഓരോ കോഡുകൾ തമ്മിലുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്യണം. വളരെ ഭംഗിയുള്ളൊരു ലാമ്പ് ഷെയ്ഡാണ്. സോ നമ്മളിതിൻ്റെ സെൻറ്ററിലാണ് ബൾബും അതേപോലെ തന്നെ വയറും ഒക്കെ കണക്ട് ചെയ്യണത്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.